9-ാമത്തെ അധ്യായം ജപമാലയുടെ ശത്രുക്കൾ. പരിശുദ്ധ ജപമാല സഹോദര സംഘത്തെ നശിപ്പിക്കുവാൻ പരിശ്രമിച്ചവരെയൊക്കെ തന്നെ ദൈവം കഠിനമായി ശിക്ഷിച്ചിരുന്നു. അനേകം അത്ഭുതങ്ങളിലൂടെ ദൈവം അവിടുത്തെ അംഗീകാര മുദ്ര പരിശുദ്ധ ജപമാലയിൽ പതിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ജപമാലയെ അംഗീകരിച്ചുകൊണ്ട് പാപ്പമാർ നിരവധി തിരുവെഴുത്തുകളും എഴുതിയിട്ടുണ്ട്. പക്ഷേ ഇന്നും പരിശുദ്ധ ജപമാലയ്ക്കെതിരായി പലരും നിലനിൽക്കുന്നു. ഇങ്ങനെയുള്ളവർ ഒന്നുകിൽ ജപമാലയെ അപലപിക്കുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവരെ ജപമാല ചൊല്ലുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കുന്നു. നരകവിഷം ഉൾക്കൊണ്ടിട്ടുള്ളവരും പിശാചിൽ നിന്ന് പ്രചോദനം സ്വീകരിച്ചവരുമാണ് ഇങ്ങനെയുള്ള മനുഷ്യർ. മറ്റുള്ളവർ ജപമാല ചൊല്ലുന്നത് ഇവർക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റൂല. അവർ പലപ്പോഴും സ്വയം അറിയാതെ തന്നെ യഥാർത്ഥത്തിൽ പാഷണ്ഡതയുടേതായ ഒരു മാനസികാവസ്ഥയിലേക്ക് പതിക്കുന്നു. ചിലരാണെങ്കിൽ ജപമാലയെയും അതിൻ്റെ പരിശുദ്ധ രഹസ്യങ്ങളെയും വെറുക്കുന്ന അവസ്ഥയിലായിത്തീരുന്നു. പരിശുദ്ധ ജപമാല സഹോദര സംഘങ്ങളോടുള്ള വെറുപ്പ് ദൈവത്തെയും യഥാർത്ഥ ഭക്തിയെയും ഉപേക്ഷിക്കലാണ്. വിശുദ്ധ ബൊനവെഞ്ചർ അദ്ദേഹത്തിൻ്റെ കീർത്തനത്തിൽ ഇപ്രകാരം പറയുന്നു: പരിശുദ്ധ മാതാവിനെ ഉപേക്ഷിച്ചവർ പാപത്താൽ നശിച്ച് നരകശിക്ഷയ്ക്ക് വിധിക്കപ്പെടും. അതുപോലെ തന്നെ അവളെ അവഗണിക്കുന്നവൻ സ്വന്തം പാപത്താൽ മരിക്കും. മാതാവിനെ അവഗണിക്കുന്നവർക്കുള്ള ശിക്ഷ ഇത്തരത്തിലുള്ളതാണെങ്കിൽ മറ്റുള്ള ജനങ്ങളെ ജപമാല ചൊല്ലുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നവർക്കുള്ള ശിക്ഷ അതിലും കഠിനമായിരിക്കുമെന്ന് നമുക്കൊന്ന് ആലോചിക്കുകയാണെങ്കിൽ മനസ്സിലാകും.